യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ആണ്ടുവട്ടത്തിലെ 34ാമത്തേതും അവസാനത്തേതുമായ ഞായറാഴ്ചയായ ഇന്ന് നാം യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ രാജാവും ഇടയനുമാണെന്ന് പ്രഖ്യാപിക്കുന്ന ക്രിസ്തു രാജത്വ തിരുനാളിൻ്റെ മഹത്തായ ദിനം ആഘോഷിക്കുകയാണ്. ഈ ദിനത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും ഏവർക്കും നേരുകയാണ്. നാം ഈ ലോക വസ്തുക്കളുടെയും അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും പിന്നാലെ ഓടുമ്പോൾ യേശു നമ്മെ വിളിക്കുന്നത് അതിന് വിരുദ്ധമായൊരു വഴിയിലേക്കാണ്. സ്നേഹത്തിൻ്റെയും കരുണയുടെയും സമാധാനത്തിൻ്റെയും മാർഗത്തിലേക്കാണ്. ക്രിസ്തുവിൻ്റെ രാജ്യം കിരീടവും പടയാളികളും സമ്പത്തും അല്ല, മറിച്ച് കുരിശും ത്യാഗവും ക്ഷമയുമാണ്. കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ ശത്രുക്കളോട് ക്ഷമിച്ച ക്രിസ്തുരാജൻ ഈ ലോകത്തിലെ രാജാക്കന്മാരെക്കാൾ വ്യത്യസ്തനാണ്. ക്രിസ്തുവിൻ്റെ സിംഹാസനം കുരിശാണ്. ക്രിസ്തുവിൻ്റെ കിരീടം മുൾക്കിരീടമാണ്. ക്രിസ്തുവിൻ്റെ നിയമം സ്നേഹമാണ്. യേശുക്രിസ്തുവിൻ്റെ രാജ്യം വേറിട്ടൊരു രാജ്യമാണ്. യേശു പറയുന്നു, എൻ്റെ രാജ്യം ഈ ലോകത്തല്ല. ലോകം ഭരിക്കുന്നത് ശക്തിയാൽ ആണെങ്കിൽ ക്രിസ്തു ഭരിക്കുന്നത് സേവനത്തിലൂടെയാണ്. ക്രിസ്തുവിനെ നാം രാജാവായി സ്വീകരിക്കുമ്പോൾ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും നീതി തേടാനും സമാധാനം ഉണ്ടാക്കാനും സാധിക്കും. നാം ക്രിസ്തുവിനെ രാജാവായി സ്വീകരിക്കേണ്ടത് ദൈവാലയത്തിൻ്റെ മതിലുകൾക്കുള്ളിൽ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലും കുടുംബത്തിലും നമ്മുടെ ജീവിത തീരുമാനങ്ങളിലുമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ രാജാവ് ആരാണ്? പണം, അഹങ്കാരം, പാപത്തിൻ്റെ ആകർഷണം, മനുഷ്യരുടെ പ്രശംസയോ? പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ രാജാവ് യേശുക്രിസ്തുവാകുമ്പോൾ നമ്മുടെ ജീവിതം ശരിയായ ദിശയിൽ ആകും. രാജാധിരാജനായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും നീതി നിറഞ്ഞ രാജ്യവും നമ്മിലൂടെ ലോകത്തിലേക്ക് പ്രത്യക്ഷമാകുന്നതിനു വേണ്ടി ഇന്നേ ദിനം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആമേൻ.